ഹൈബ്രിഡ് ക്യാമറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നമുക്ക് ഫോട്ടോസും വീഡിയോസും എല്ലാം അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ തന്നെ ഒരുപോലെ ചെയ്യാൻ പറ്റുന്ന ക്യാമറകളാണ് ഹൈബ്രിഡ് ക്യാമറകൾ. ഇപ്പം ഈ പറയുന്ന സോണിയുടെ ആണെങ്കിലും ഈ കാനോണിൻ്റെ ആണെങ്കിലും നിക്കോണിൻ്റെ ആണെങ്കിലും ഫോട്ടോസിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് ഇറക്കുന്ന ക്യാമറയുണ്ട്, അല്ലെ വീഡിയോയ്ക്ക് വേണ്ടി പ്രിഫർ ചെയ്ത് ഇറക്കുന്ന സിനിമ ലൈൻ ക്യാമറകൾ ഒക്കെ വേറെ ഉണ്ട്. അതുപോലെ തന്നെ ഇവരൊരു രണ്ടും മിക്സ് ചെയ്തെടുക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഫോട്ടോയ്ക്ക് നല്ല ക്വാളിറ്റി, വീഡിയോയ്ക്കും നല്ല ക്വാളിറ്റി. ഇപ്പം ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷയിലാണ് ഇങ്ങനെ പറയുന്നത്, അല്ലാന്നുണ്ടെങ്കിൽ വേറെ രീതിയിലും നമുക്ക് പറയാം. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് ഞാൻ ഇതിനകത്ത് പറഞ്ഞു പോകുന്നത്. അപ്പോൾ രണ്ടും നമുക്ക് ഒരേപോലെയുള്ള ഒരു ക്വാളിറ്റിയിൽ എടുക്കാൻ പറ്റുന്ന ക്യാമറകളാണ് ഹൈബ്രിഡ് ക്യാമറകളെന്ന് പറയുന്നത്. അപ്പോൾ ആ ഹൈബ്രിഡ് ക്യാമറകൾ ഇപ്പോൾ ഈ പറയുന്നതിനോട്ട് അത്യാവശ്യം ഫുൾ ഫ്രെയിം അല്ലെങ്കിൽ ഈ പറയുന്ന 4K വരെ അല്ലെ 8K വരെ ഷൂട്ട് ചെയ്യാവുന്ന ഹൈബ്രിഡ് ക്യാമറകളുണ്ട്. അപ്പം അതിനകത്തുനിന്ന് ഏത് ക്യാമറ നമ്മൾക്കിപ്പം നമ്മൾ പ്രിഫർ ചെയ്യും? അതാണ് ഞാനിപ്പം കൂടുതലായിട്ട് ഞാൻ അവരോട് പറയുന്നത്, ഹൈബ്രിഡ് ക്യാമറകൾ നിങ്ങൾ സെലക്ട് ചെയ്യുക. അത്യാവശ്യം ഇങ്ങനെയൊക്കെയുള്ള കണ്ടൻറ്റുകൾ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ